ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ട്രിപ്പിൾ സ്പേസ് ടൈം. ശിവ ഹിയർ. വീണ്ടും പുതിയൊരു വീഡിയോയുടെ സ്വാഗതം. നമ്മളിന്ന് ദീദി ബജാജിന്റെ കാട്ടാക്കട ഷോറൂമിലാണ്. ഇവിടുന്ന് ഡോമിനാറുമായിട്ട് നമ്മൾ ടെസ്റ്റ് ഡ്രൈവിന് വിടുകയാണ്. ഞാൻ ഒറ്റയ്ക്കല്ല, മിഥുനും ഉണ്ട്. കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം, എക്സ്പൾസിന്റെ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തപ്പോൾ ഞാനും മിഥുനും ചേർന്നാണ് അഭിപ്രായങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവച്ചത്. അതുപോലെ തന്നെ നമുക്ക് ഈ വീഡിയോയിലും അത് തന്നെ കണ്ടിന്യൂ ചെയ്യാം. അവസാനം വരെ കണ്ടു നോക്കുക. നിങ്ങൾ മാക്സിമം ഫീഡ്ബാക്കിൽ അറിയിക്കുക. എന്തെങ്കിലുമൊക്കെ മിസ് ചെയ്തിട്ട് പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നമുക്ക് ഡിസ്കഷൻ കമൻറ്റ് ബോക്സിൽ നടത്താം. ഓക്കെ, അതുകൊണ്ട് അവസാനം വരെ കണ്ടു നോക്കുക. മറക്കരുത്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൻ ഇനേബിൾ ചെയ്യുക. ഓക്കെ, നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ബ്രേക്കിംഗ് ഒക്കെ സൂപ്പർ. അപ്പോൾ ആദ്യം തന്നെ എടുത്ത് പറയാനുള്ളത്, വണ്ടിയുടെ 5 PS പവർ വ്യത്യാസമാണ്. 5 BSP ഓളം വണ്ടിക്ക് കൂടിയിട്ടുണ്ട് പഴയ വണ്ടിനെക്കാളും. ഇപ്പോൾ 40 PS ആണ്, പണ്ട് 35 PS ആയിരുന്നു. അപ്പോൾ അതൊരു വല്ലാത്ത ചേഞ്ചാണ്. സെക്കൻഡ് ഗിയറിൽ ഉള്ള ആ ഒരു ഫീൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. മാക്സിമം തേർഡ് ഗിയറിലും ഫോർത്ത് ഗിയറിലും തന്നെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കാൻ തോന്നും. കാരണം ഇപ്പോൾ ഡ്യുവൽ എക്സോസ്റ്റും കൂടെ ആയപ്പോഴത്തേക്കും അത് തരുന്ന ആ ഒരു ശബ്ദവും കൂടെ ആകുമ്പോഴത്തേക്കും അടിപൊളി ഒരു ഫീലാണ് വണ്ടി ഓടിക്കാനായിട്ട് ഫോർത്ത് ഗിയറിൽ. അതുപോലെ തന്നെ വണ്ടിയുടെ ടോപ്പ് സ്പീഡ് നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിൽ നിന്ന് തുടങ്ങാം. എനിക്ക് തോന്നിയത് കുറച്ച് ബ്രൈറ്റ്നസ്സിന് അല്പം കുറവുണ്ട്. നല്ലൊരു ഡയറക്റ്റ് സൺലൈറ്റിൽ വിസിബിലിറ്റി അല്പം മോശമാണെന്ന് തോന്നി. പക്ഷേ എല്ലാ വേണ്ട ഇൻഫർമേഷൻസും ഉണ്ട്. അതെല്ലാം കൂടെ തിങ്ങി നിറഞ്ഞിട്ടൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നില്ല. കാരണം മൾട്ടിപ്പിൾ ഡിസ്പ്ലേ ഉള്ളതുകൊണ്ടാണ്. ആ മൾട്ടിപ്പിൾ ഡിസ്പ്ലേക്ക് പണ്ട് ബജാജിന്റെ ലോഗോ കണ്ടു കഴിഞ്ഞാൽ ബ്ലൂടൂത്തിന്റെ ലോഗോ പോലെ ഇരിക്കുമായിരുന്നു. അത് കമ്പനി ഇപ്രാവശ്യം അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. എനിക്ക് തന്നെ ഒരു കൺഫ്യൂഷൻ ആയിരുന്നു, ഇനി അത് ബ്ലൂടൂത്ത് ഉണ്ടോ, നാവിഗേഷനെ സഹായിക്കുന്ന രീതിയിൽ വല്ലതും കണക്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. പക്ഷെ അങ്ങനെ അല്ലായിരുന്നു. പിന്നെ വണ്ടിയുടെ അലോയ് വീൽസ് എടുത്ത് പറയേണ്ട സംഭവമാണ്. ആ ഒരു ഡിസൈൻ എയറോഡൈനാമിക്കൽ ഡിസൈനാണ്. അത് എയർ റെസിസ്റ്റൻസ് കുറയ്ക്കാനും സഹായിക്കും. പിന്നെ ബ്രേക്കിന്റെ കാര്യം പറയാനാണെങ്കിൽ ഡുവൽ ചാനൽ ABS ആണ്. ബാക്കിൽ വന്നിട്ട് 230mm ഡിസ്ക് ആണ്. അത് കുറച്ചും കൂടെ വലിയൊരു ഡിസ്പാഡ് ആവാമായിരുന്നു. ഫ്രണ്ടിൽ 320 ആണ്. അത് ഇനഫാണ്. അത് വലിയ മോശമായിട്ടുള്ള സംഭവമൊന്നുമില്ല. പക്ഷേ ഇതിൻ്റെ അകത്ത് ABS ഓഫ് ചെയ്യാൻ പറ്റത്തില്ല. അത് പലർക്കും ഒരു ഡിസഡ്വാൻറ്റേജ് തോന്നാം. പക്ഷേ സേഫ്റ്റി വെച്ച് നോക്കുമ്പോൾ നല്ലതാണ്. പിന്നെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ഇതിൻ്റെ അകത്ത് ഡ്യുവൽ എക്സോ സിസ്റ്റം വരുന്നുണ്ട്. അതിൻ്റെ സൗണ്ടും കാര്യങ്ങളും ഞാൻ കാണിക്കാം. പിന്നെ ഉള്ളത്, ബാക്കിലത്തെ ഡിസ്ക് ബ്രേക്കിന്റെ ഫ്ലൂയിഡിന്റെ ആ കേസിങ്ങിന്റെ ഷേപ്പ് മാറിയിട്ടുണ്ട്. പണ്ട് അതൊരു റൗണ്ട് ഷേപ്പ് ആയിരുന്നു, ഇപ്പോൾ റെക്ടാങ്കിൾ ആയിട്ടുണ്ട്. ബാക്കിലത്തെ സസ്പെൻഷന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അത് നൈട്രോഷോക്ക് സസ്പെൻഷനാണ്, മോണോഷോക്കാണ്. അത് കണക്ട് ചെയ്തേക്കുന്ന ഫ്രെയിം എന്ന് പറയുമ്പോഴത്തേക്കും സ്റ്റാക്ക് പെരിമീറ്റർ ഫ്രെയിമിലാണ് കണക്ട് ചെയ്തേക്കുന്നത്. സ്റ്റാമ്പ്ഡ് മെറ്റൽ സ്വിംഗ് ആമ്പിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യമുള്ള വീൽ ബേസും വണ്ടി കിട്ടുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ടിലത്തെ സസ്പെൻഷൻ്റെ കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും അപ്സൈഡ് ഡൗൺ ആണ്. 43mm സസ്പെൻഷനാണ് കൊടുത്തേക്കുന്നത്. അത് നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട്. സംഭവം നല്ലൊരു കോൺഫിഡൻസ് വണ്ടിക്ക് തരാൻ കഴിയുന്നുണ്ട്. ഒരു പെർഫോമൻസ്, ഒരു കംഫോർട്ടിനെക്കാട്ടിലും നല്ലൊരു കോൺഫിഡൻസ് ആണ് വണ്ടി തരുന്നത്. അധികം ട്രാവലൊന്നും ഉണ്ടാക്കുന്നില്ല. അതുകൊണ്ടുള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 പേരെ വെച്ച് പോകുമ്പോഴത്തേക്കും ഒരു കർവ് എടുക്കുമ്പോഴത്തേക്കും ഒരു ബ്രേക്ക് നമ്മൾ പിടിക്കുകയാണ് എന്നുണ്ടെങ്കിൽ വളരെയധികം ട്രാവൽ ചെയ്തതിന് ശേഷം ആ ഒരു കോൺഫിഡൻസ് കളയുന്ന ഒരു അവസ്ഥയൊന്നും ഉണ്ടാകുന്നില്ല. അല്പം ഒരു സ്റ്റിഫർ സൈഡിലാണ് ഫ്രണ്ട് സസ്പെൻഷൻ. ബാക്ക് സസ്പെൻഷൻ നല്ല രീതിയിൽ ഷോക്കുകളൊക്കെ എടുക്കുന്നുണ്ട്. അതുകൊണ്ട് നല്ല രീതിയിൽ ലോങ് കമ്മ്യൂട്ട് ചെയ്യാനും ബെസ്റ്റാണ്. അതേസമയത്ത് എങ്ങനെയാണ് ഓഫ് റോഡിൽ പെർഫോമൻസ് എന്ന് നമുക്ക് ഇനി ഒരു വീഡിയോയിൽ നമുക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, പിന്നെ പറയാനുള്ളത് ഈ ഫുഡ് പെഗാണ്. അത് കുറച്ചും കൂടി ഒരു വിത്തൊക്കെ ഉണ്ടായിട്ട് നല്ലൊരു റബ്ബർ ഗ്രിപ്പൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ, കുറച്ചും കൂടെ വിത്തൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നല്ല ഒരു കമ്മ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും ഒരു പ്ലാറ്റ്ഫോം പോലെ കാല് വെച്ച് ഫ്രീ ആയിട്ട് പോകാൻ പറ്റിയേനെ. കാരണം പലരും ലോങ് റൈഡ് ചെയ്യാൻ വേണ്ടിയാണല്ലോ ഈ വണ്ടി എടുക്കുന്നത്. അതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ തോന്നലുണ്ടായത്. മഡ് ഗാർഡും കാര്യങ്ങളൊക്കെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നല്ല ഷാർപ്പ് ഡിസൈൻ എലമെന്റ്സ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഓഫ് റോഡ് ചെയ്യുന്നെങ്കിൽ ഫ്ലൈയിങ് മഡ് ഗാർഡ് അത്യാവശ്യമാണ്. കാരണം ഈ ഒരു മഡ് ഗാർഡിൽ എന്തായാലും ചെളി കയറി പിടിക്കും എന്നുള്ളത് 100% ഉറപ്പാണ്. അതുപോലെ തന്നെ ഹെഡ്ലൈറ്റ് ഓട്ടോമാറ്റിക് ഹെഡ്ലൈറ്റ് ആണ്. അത് നല്ലൊരു ഫീച്ചറാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുമ്പോഴത്തേക്കും. പിന്നെ വൈസേഴ്സ് എന്തായാലും നിങ്ങൾ ആഡ് ചെയ്യാൻ മറക്കരുത് ലോങ് പോവുകയാണെന്നുണ്ടെങ്കിൽ. പിന്നെ ഇതിൻ്റെ അകത്ത് ഉള്ളത് സാരി ഗാർഡൊക്കെ വണ്ടി വാങ്ങിക്കുമ്പോഴത്തേക്കും തന്നെ ഇംപ്ലിമെന്റ് കിട്ടുന്നുണ്ട് എന്നുള്ളത് നല്ലൊരു ഫീച്ചറാണ്. എക്സ്ട്രാ ആക്സസറി ആയിട്ട് മേടിച്ച് വെക്കേണ്ട ആവശ്യം വരുന്നില്ല.
ഇനി പറയാനുള്ളത് ഇതിൻ്റെ ഫ്രെയിമാണ്. ഫ്രെയിം എന്ന് പറയുമ്പോൾ സ്റ്റക്ക് പെരിമീറ്റർ ഫ്രെയിമാണ്. സ്റ്റക്ക് പെരിമീറ്റർ ഫ്രെയിമിൻ്റെ അകത്ത് സ്റ്റാമ്പ്ഡ് മെറ്റൽ സ്വിംഗ് ആം വരുമ്പോഴത്തേക്കും ഒരു വീൽ ബേസ് അത്യാവശ്യത്തിന് വരുന്നുണ്ട്. അതിൻ്റെ അകത്ത് ആ മോണോഷോക്ക് ബാക്കിലെത്തതും കണക്ട് ചെയ്തിട്ട് ചെയിൻ സ്പ്രോക്കറ്റ് ഒരു അപ്സൈസ് ചെയ്ത് വെച്ചേക്കുന്നത് കാരണം നല്ലൊരു പവർ ഡെലിവറിയും വണ്ടി കിട്ടുന്നുണ്ട്, ഈസി ഹാൻഡ്ലിങ്ങും സംഭവിക്കുന്നുണ്ട്. ആ വെയിറ്റ് ഉള്ളത് ഫീൽ ചെയ്യുന്നില്ല. കുറച്ചും കൂടെ വെയിറ്റ് ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരുന്നു എന്നുള്ള തോന്നലേ ഉണ്ടാവുന്നുള്ളൂ, അല്ലാതെ വെയിറ്റ് കുറഞ്ഞു പോയി എന്നുള്ള തോന്നലൊന്നും ഉണ്ടാവുന്നില്ല. ഇനി എഞ്ചിനെ പറ്റി നമുക്ക് പറയാം. എഞ്ചിനെ പറ്റി പറയുമ്പോഴത്തേക്കും 40 PS ആണ്, 8650 RPM ഉണ്ടാകുന്നത്. ടോർക്ക് പറയുകയാണെങ്കിൽ 35 ആണ്, ന്യൂട്ടോമീറ്റർ ആണ്, 7000 RPM. സ്ലിപ്പർ ക്ലച്ച് ഉണ്ട്, അതാണ് ഇതിൻ്റെ അകത്തുള്ള ഏറ്റവും വലിയ ഒരു ഫീച്ചർ എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നത് ഇനി ഇറങ്ങുന്ന എല്ലാ 200 സെഗ്മെന്റ് വണ്ടിയിലാണെങ്കിൽ പോലും സ്ലിപ്പർ ക്ലച്ച് അത്യാവശ്യമാണ്. കാരണം എന്തായാലും ABS ഉണ്ട്, അത് ബ്രേക്കിങ് ലോക്ക് ചെയ്യാതെ ഇരിക്കാൻ സഹായിക്കും. അതേപോലെ സ്ലിപ്പർ ക്ലച്ച് ഉണ്ടാകുമ്പോഴത്തേക്കും നമ്മൾ ഏതൊരു സ്പീഡിൽ വന്നിട്ടും നമുക്ക് കർവിലൊക്കെ ഡൗൺ ഷിഫ്റ്റ് ചെയ്യുമ്പോഴും ലോക്കായി സ്കിഡ് ആവും എന്നൊന്നും പേടിക്കേണ്ട ആവശ്യം വരുന്നില്ല. നമുക്ക് അത്രയ്ക്ക് കോൺഫിഡൻസ് വർദ്ധിക്കും. രണ്ടുപേരൊക്കെ പോകുമ്പോഴത്തേക്കുമാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുന്നത്. സീറ്റ് നല്ല വൈഡായിട്ടുള്ള സീറ്റാണ്, നല്ല ഫ്ലാറ്റ് ആയിട്ടുള്ള സർഫസും ഉണ്ട്. അതുകൊണ്ട് ബാക്കിലിരിക്കുന്ന പിനിയന് നല്ല കംഫർട്ടായിട്ട് ലോങ് ഡിസ്റ്റൻസ് പോകാൻ പറ്റും. പക്ഷേ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ പവർ ഡെലിവറിയാണ് വണ്ടി തരുന്നത്. അത് കാരണം സെക്കൻഡ് ഗിയറും തേർഡ് ഗിയറിലും ഒക്കെ നമ്മളൊന്ന് ലോഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബാക്കിലിരിക്കുന്ന പയ്യൻ തെറിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒരു ഗ്രാബ് റെയിൽ അല്ല, ബാക്കിലത്തെ റെസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ബാക്ക് റെസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നമുക്ക് സേഫ്റ്റിയാണ്. അതുകൊണ്ട് നിങ്ങൾ ലോങ് ഒക്കെ പോവുകയാണ്, ടൂറിംഗ് ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതും കൂടി കൺസിഡർ ചെയ്യാനായിട്ട് മറക്കരുത്. വളരെ അത്യാവശ്യമായിട്ടുള്ള സാധനമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇനി ടാങ്കിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ 13 ലിറ്റേഴ്സിൻ്റെ ടാങ്കാണ് കൊടുത്തേക്കുന്നത്. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ്. അതൊരു 16 ലിറ്റേഴ്സൊക്കെ ആയിരുന്നെങ്കിൽ പ്രാക്ടിക്കാലിറ്റിയിലും അതൊരു ഗുണം ചെയ്തേനെ. ബട്ട് അറ്റ് ദ സെയിം ടൈം അത് ഒരു ബൾക്കിനെസ്സും കൂടെ വണ്ടിക്ക് കൊടുക്കാൻ സഹായിക്കും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മോജോൻ്റെ ടാങ്കൊക്കെ കുറച്ചും കൂടെ ഒരു ബൾക്കായിട്ട് ഇരിക്കുന്നത് കാരണം ഒരു പ്രീമിയം ഫിനിഷ് വണ്ടിക്ക് ഉണ്ടാകുന്നുണ്ട്. വണ്ടിയുടെ ഡിസൈൻ എലമെൻറ്റ്സ് ഒക്കെ അടിപൊളിയാണ്, നല്ല ഷാർപ്പായിട്ട് നല്ല ടൈം എടുത്ത് തന്നെയാണ് വണ്ടി ഡോമിനാറിൻ്റെ ടാങ്കൊക്കെ ഡിസൈൻ ചെയ്തേക്കുന്നത്. പക്ഷേ കുറച്ചും കൂടെ സൈസ് ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ആ ഫ്രണ്ടിൽ ഹാൻഡിൽ ബാറിൽ ഫേസ് ചെയ്തിരുന്ന് ഓടിക്കുന്ന സമയത്ത് ആ റൈഡറിന് ഒരു സൂപ്പർ ബൈക്ക് ഓടിക്കുന്ന ഒരു ഫീലും കൂടെ കിട്ടിയേനെ. കാരണം ഓൾറെഡി അവിടെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററൊക്കെ ഉള്ളത് കാരണം ഒരു പ്രീമിയം ഫിനിഷ് ഉണ്ട്. അതിനൊരു ബൾക്കിനെസ്സും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി അടിപൊളിയായിരുന്നേ. അപ്പോൾ നമുക്ക് എന്തായാലും വണ്ടിയുടെ ശബ്ദം കേട്ടു നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. അടുത്ത ഈ ഇൻഡിക്കേറ്ററിനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് പേഴ്സണലി അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. കുറച്ച് സ്ലിം ആയിട്ട് സ്ലീക്കായിട്ട് ഡിസൈനാണ്, പലർക്കും ഇഷ്ടപ്പെടും. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. എനിക്ക് അതൊരു ബൾബ്ഡ് ആയിട്ടുള്ള ഇൻഡിക്കേറ്റർ ആയിരുന്നെങ്കിലും കുറച്ചും കൂടെ സൈസുള്ള വിസിബിലിറ്റി ഒക്കെ കിട്ടുന്ന ഒരു ഇൻഡിക്കേറ്റർ ആയിരുന്നെങ്കിൽ ഇഷ്ടപ്പെട്ടേനെ. ടെയിൽ ലൈറ്റ് പക്ഷേ അടിപൊളിയാണ്. എനിക്ക് ഈ പൾസറിൻ്റെ ടെയിൽ ലൈറ്റ് പണ്ട് മുതലേ ഇഷ്ടമുള്ള ഒരു ഡിസൈൻ എലമെൻ്റ് ആണ്. അതുകൊണ്ട് എനിക്ക് അത് നല്ല ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇൻഡിക്കേറ്റേഴ്സ് ആണ് കുറച്ചും കൂടെ ഒരു വൈഡായിട്ട് വന്നിരുന്നെങ്കിൽ കുറച്ചും കൂടെ ഒരു വിസിബിലിറ്റി ഉണ്ടായേനെ. സ്വിച്ചും പ്ലാസ്റ്റിക് ഫിനിഷും ഒക്കെ അടിപൊളിയാണ്. അതിൻ്റെ അകത്ത് സ്വിച്ചിൻ്റെ ഒക്കെ തന്നെ ബാക്ക് ലൈറ്റിംഗ് ആ ബ്ലൂ കളർ കൊടുത്തേക്കുന്നത് അടിപൊളിയാണ്. അത് പണ്ട് മുതലേ പൾസറിന് ഉള്ള ആ ഒരു എലമെന്റ് തന്നെയാണ്. അത് നല്ല രസമുണ്ട് കാണാനായിട്ട്. പിന്നെ മിററിന്റെ കാര്യമാണ്. മിറർ ഒട്ടും വൈബ്രേഷൻ ഒന്നും കാണാൻ പറ്റത്തില്ല. പക്ഷേ എനിക്ക് തോന്നിയത് കുറച്ചും കൂടെ വൈഡ് ആവാമായിരുന്നു തോന്നി. ഈ ഒരു പാഡിങ് ടോപ്പിൽ കാണുന്നത് പോലെ തന്നെ ടാങ്കിന്റെ രണ്ട് വശത്തും കൂടി ഉണ്ടായിരുന്നെങ്കിൽ അത് സ്ക്രാച്ചസ് ഒക്കെ ഒന്ന് അവോയ്ഡ് ചെയ്യാനായിട്ട് സഹായിച്ചേനെ.
അതുപോലെ തന്നെ ഈ ഫ്രണ്ടിലത്തെ ബ്രേക്ക് ഫ്ലൂയിഡിൻ്റെ ആ ഒരു കേസിങ്ങും ബാക്കിലത്തെ പോലെ തന്നെ ആ ഒരു പെർഫോമൻസ് അപ്ഡേറ്റ് ചെയ്യുമ്പോഴത്തേക്കും കിട്ടുന്ന മോഡലാക്കിയിരുന്നെങ്കിൽ വണ്ടിയുടെ പ്രീമിയം ഫിനിഷ് കുറച്ചുകൂടെ വർദ്ധിപ്പിക്കാമായിരുന്നു. ടയേഴ്സ് MRF-ഉം C8-ഉമാണ് ഓരോ ലോഡ് അനുസരിച്ച് മാറി വരുന്നത്. അത് സ്റ്റോക്ക് ടയറിൻ്റെ പെർഫോമൻസ് മാത്രമേ തരുന്നുള്ളൂ, അല്ലാതെ എടുത്തു പറയാൻ മാത്രമുള്ള ഒരു വലിയ സംഭവമൊന്നുമല്ല ടയറിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് മെയിനായിട്ട് നമുക്ക് തോന്നിയത് ഈ വണ്ടി ഓടിച്ചപ്പോഴത്തേക്കും. പെർഫോമൻസ് അടിപൊളിയാണ് ഗൈസ്. 5 bhpന്റെ ആ ഒരു ഇൻക്രീസ് നല്ല രീതിയിൽ എവിഡൻ്റ് ആണ്. ഏതൊരു RPM വണ്ടി ഓടിക്കുമ്പോഴും അത് അറിയാൻ പറ്റുന്നുണ്ട്. എടുത്തു പറയാനുള്ളത് ഇതിൻ്റെ അകത്ത് ABS ഉള്ളതും അതിൻ്റെ കൂട്ടത്തിൽ തന്നെ സ്ലിപ്പർ ക്ലച്ച് ഉള്ളതും നല്ല രീതിയിൽ ഒരു കോൺഫിഡൻസ് തരുന്നുണ്ട്. നമുക്ക് ഹൈ ഗിയറിൽ നിന്ന് പെട്ടെന്ന് ഡൗൺ ഷിഫ്റ്റ് ചെയ്യുമ്പോഴാണെങ്കിൽ പോലും ധൈര്യമായിട്ട് കർവിൽ 2 പേരെ വെച്ച് ഒരു വെള്ളമൊക്കെ നനഞ്ഞു കിടക്കുന്ന അവസ്ഥയാണെങ്കിൽ പോലും നമുക്ക് പേടിക്കേണ്ട ആവശ്യം വരുന്നില്ല. അറ്റ് ദ സെയിം ടൈം സ്റ്റിഫർ ആയിട്ടുള്ള സസ്പെൻഷനാണ് ഫ്രണ്ടിൽ ഉള്ളത് കൊണ്ടും അതേപോലെ തന്നെ അത് അപ്സൈഡ് ഡൗൺ സസ്പെൻഷനാണ് എന്നുള്ളത് കൊണ്ടും അതും നമുക്ക് ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. പിന്നെ അത് നമുക്ക് ഒരു ബീഫി ലുക്കും തരുന്നുണ്ട്. ഫ്രണ്ടിൽ നോക്കുമ്പോഴത്തേക്കും ആ ഒരു സസ്പെൻഷൻ 43 mm സസ്പെൻഷൻ നല്ല രീതിയിലുള്ള ഒരു ലുക്ക് തരുന്നുണ്ട് വണ്ടിക്ക്. പിന്നെ ശബ്ദവും നല്ല രീതിയിൽ അപ്ഡേറ്റ് ആക്കിയിട്ടുണ്ട്. ആ ഒരു ഡ്യുവൽ എക്സോസ്റ്റ് നോട്ട് അതായിരുന്നു ശരിക്കും ഡോമിനാറിന് പണ്ടേ വേണ്ടത്. കഴിഞ്ഞ ഡോമിനാറിൽ പവർ ഒന്നും അപ്ഡേറ്റ് ചെയ്തില്ലായിരുന്നെങ്കിൽ പോലും ആ ഒരു സൗണ്ട് ആയിരുന്നു ശരിക്കും മിസ് ചെയ്തിരുന്നത്. അതിപ്പോൾ നല്ല രീതിയിൽ ആ ഒരു കറക്ഷൻ, ആ ഒരു അപ്ഡേറ്റ് എല്ലാ ഡോമിനർ ഫാൻസിനും ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഉള്ളത് ഇതിൻ്റെ അണ്ടർ സീറ്റ് സ്റ്റോറേജ് ആണ്. വലിയ സ്റ്റോറേജ് സ്പേസ് ഒന്നുമില്ല, അത്യാവശ്യം വേണ്ട പേപ്പറും കാര്യങ്ങളൊക്കെ വെക്കാനുള്ളതേ ഉള്ളൂ. പക്ഷെ എൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഫ്രണ്ടിലത്തെ നമ്മുടെ ഡ്രൈവർ സീറ്റും റിമൂവ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. പ്രത്യേകിച്ച് വേറെ ഫിറ്റിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല, ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് അത് മാറ്റാൻ പറ്റുമെന്നുള്ളതേ ഉള്ളൂ. അതുപോലെ തന്നെ അവിടുന്ന് നമുക്ക് ബാറ്ററിയും കാര്യങ്ങളും എല്ലാം നമുക്ക് ഈസിയായിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. അതുപോലെ ഫ്യൂസും കാര്യങ്ങളും എല്ലാം നമുക്ക് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനാണ് കൊടുത്തേക്കുന്നത്. അത് നല്ലൊരു കൺവീനിയൻ്റ് ആണ്. അധികം ടൂൾസും കാര്യങ്ങളൊന്നും വേണ്ടി വരത്തില്ല, നമുക്ക് ഈസി ആയിട്ട് തന്നെ അത്യാവശ്യത്തിന് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മൾ ഈ ഒരു റൈഡിൽ നിന്ന് ഡോമിനാറിൻ്റെ BS4 2019 മോഡലിനെ പറ്റി നമ്മൾ മനസ്സിലാക്കിയത്. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു, യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ഏത് വണ്ടിയാണ് മേടിക്കാനിരിക്കുന്നത്, അല്ലെങ്കിൽ ഡോമിനാറിൽ എന്താണ് നിങ്ങൾ കാണുന്ന പോസിറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ നെഗറ്റീവ് എന്താണെന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ അതുപോലെ തന്നെ ഈ വീഡിയോയിൽ എന്താണ് അടുത്തൊരു വീഡിയോയിൽ മെച്ചപ്പെടുത്തേണ്ടത് എന്നുള്ളതും കൂടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. എന്തെങ്കിലും മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതിനെപ്പറ്റി നമുക്ക് ഒരു ഡിസ്കഷൻ തന്നെ മുമ്പോട്ട് കൊണ്ടുപോകാം. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ മാക്സിമം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. വേറെ വീഡിയോ നമുക്ക് ഇനിയും കാണാം. അതുവരെ ശിവ സൈനിങ് ഔട്ട് ഫ്രം റിപ്പിൾ സ്പേസ് ടൈം. Peace out. Bye-bye. Take care.